പി.സി. ജോർജിനെ മടുത്ത് ബി.ജെ.പി. നേതൃത്വം. ജോർജിന്റെയും മകൻ ഷോൺ ജോർജിന്റെയും ക്രൈസ്തവ മതാധ്യക്ഷന്മാരെ വിമർശിച്ച പ്രസംഗങ്ങൾ തിരിച്ചടിയായി. അനാവശ്യ പ്രസംഗം മൂലം പല സീറ്റുകളും നഷ്ടമായെന്നും ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. ക്രൈസ്തവ സഭാ നേതാക്കളെ വിമർശിച്ച പി.സി. ജോർജിനും മകൻ ഷോൺ ജോർജിനും ബി.ജെ.പി. നേതൃത്വത്തിന്റെ കടുത്ത വിമർശനം. തിരുവനന്തപുരത്ത് നടന്ന ബി.ജെ.പിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലാണ് നാടകീയ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. പി.സി. ജോർജിനെയും മകൻ ഷോൺ ജോർജിനെയും ഇനിയെങ്കിലും നിയന്ത്രിച്ചില്ലെങ്കിൽ ബി.ജെ.പിക്ക് അത് വലിയ തിരിച്ചടിയായി മാറുമെന്നാണ് നേതാക്കൾ തുറന്നടിച്ചത്. തെരഞ്ഞെടുപ്പിന് മുമ്പേ സഭാധ്യക്ഷന്മാരെ നികൃഷ്ട ഭാഷയിൽ ഇരുവരും വിമർശിച്ചത് ഒട്ടും ശരിയല്ലെന്നാണ് കോർ കമ്മിറ്റിയിൽ ഉയർന്ന പൊതുവികാരം. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്രൈസ്തവ മേഖലകളിൽ നിന്നും ബി.ജെ.പിക്ക് പ്രതീക്ഷിച്ചത്ര മുൻതൂക്കമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിന് കാരണം ജോർജിന്റെയും ഷോണിന്റെയും പ്രതികരണങ്ങളായിരുന്നുവെന്ന വികാരമാണ് ബി.ജെ.പി. നേതൃനിരയിൽ ശക്തമായി ഉയർന്നത്. അതിനൊന്നും വ്യക്തമായ മറുപടികൾ നൽകാൻ പി.സി. ജോർജിനോ മകൻ ഷോൺ ജോർജിനോ കഴിഞ്ഞതുമില്ല. ഈ വിധത്തിൽ ക്രൈസ്തവ പുരോഹിതരെ കടന്നാക്രമിക്കുകയും അനാവശ്യമായി വിമർശിക്കുകയും ചെയ്താൽ എങ്ങനെ വോട്ട് കിട്ടുമെന്ന ചോദ്യമാണ് അതിശക്തമായി ഉയർന്നത്. തൃശൂർ, പാലക്കാട്, ആറന്മുള മണ്ഡലങ്ങളിൽ പ്രതീക്ഷിച്ച വോട്ട് നേടാൻ കഴിയാതെ പോയത് ജോർജിന്റെയും മകന്റെയും അനാവശ്യ പ്രതികരണങ്ങൾ മൂലമാണെന്ന പൊതുവികാരമാണ് യോഗത്തിൽ ശക്തമായി ഉയർന്നത്. ഫലത്തിൽ പി.സി. ജോർജിനെയും മകൻ ഷോൺ ജോർജിനെയും ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഇതിനോടകം മടുത്തു കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പിലേറ്റ പരാജയങ്ങൾ വിശകലനം ചെയ്യുന്നതിനായിരുന്നു അടിയന്തര സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നത്. ബി.ജെ.പിക്ക് അമിത ഹിന്ദുത്വ നിലപാടായതിനാലാണ് ഇതര മതസ്ഥരുടെ പിന്തുണ ലഭിക്കാത്തതെന്നും അത് അവസാനിപ്പിക്കണമെന്നുമുള്ള ഷോൺ ജോർജിന്റെ പ്രതികരണമാണ് ബി.ജെ.പി. നേതാക്കളെ പ്രകോപിതരാക്കിയത്. ഹിന്ദു പാർട്ടി എന്ന പേര് ദോഷമാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് പ്രാധാന്യം നൽകിയതെന്നും അതാണ് മുൻപിൻ നോക്കാത്ത പ്രഖ്യാപനങ്ങളിലൂടെ പിതാവും പുത്രനും തകർത്തതെന്ന വികാരമാണ് അതിശക്തമായി ഉയർന്നത്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചത്ര വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വരുന്ന 5 വർഷം നിർണായകമാണെന്നാണ് കോർ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. വി.ഡി. സതീശൻ മന്ത്രിസഭയെ വിചാരണ ചെയ്യുന്ന വിധത്തിൽ പ്രവർത്തനങ്ങൾ ശക്തമാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ നിർണായക ശക്തിയായി മാറണമെന്ന തീരുമാനമാണ് കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നത്. ദേശീയ തലത്തിൽ കോൺഗ്രസ് ബദ്ധശത്രുക്കളായതിനാൽ കേരളത്തിലും ആ വിധത്തിൽ കടുത്ത നീക്കങ്ങൾ നടത്തണമെന്നും ഇടതുപക്ഷത്തോട് അയവുള്ള സമീപനങ്ങൾ കൈക്കൊള്ളാനും രഹസ്യമായി ബി.ജെ.പി. നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ബി.ജെ.പി. നേതൃത്വത്തിന് തുടരെ തലവേദനകൾ സൃഷ്ടിക്കുന്ന പി.സി. ജോർജും മകൻ ഷോൺ ജോർജും ഇനിയും ബി.ജെ.പിക്ക് ഒപ്പമുണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.